മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ എംപി നയിക്കുന്ന മഹിളാ സഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ സ്ത്രീകളെ വെല്ലുവിളിക്കുകയാണെന്നും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടി ഓഫീസിനെ പോലീസ് സ്റ്റേഷനും കോടതിയുമാക്കി പാർട്ടി വിധി നടപ്പാക്കുകയാണെന്നും മഹിളാ സഹസ് കേരള യാത്രയ്ക്ക് തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. അഴിമതി വീരൻ, എല്ലാ കാര്യത്തിലും സ്വജനപക്ഷപാതം നടത്തുന്ന അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് CBI അന്വേഷണം എന്നാണ് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അതിനൊരു CBI അന്വേഷണം ആവശ്യപ്പെടാൻ അവരുടെ പ്രിയപത്നിക്ക് അർഹതയില്ലേ എന്ന് നിങ്ങൾ അവകാശമില്ലേ? അപ്പോൾ അതിനോട് പറയുന്നത് അത് സാധ്യമല്ല എന്ന് പറയാൻ ഇദ്ദേഹം ആരാണ്? കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാണോ? ഇയാൾ ആരാണിത് പറയാൻ? അപ്പോൾ സ്ത്രീകളുടെ കൂടിയാണോ, വേട്ടക്കാരന്റെ കൂടിയാണോ, ഇരകളുടെ കൂടിയാണോ എന്നുള്ളത് പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ് CPM. ഏത് കേസെടുത്ത് പരിശോധിച്ചു അതിലൊക്കെ തന്നെ അവരുടെ നിലപാടെന്താണ്? സ്ത്രീകളെ, സ്വന്തം പാർട്ടിയിലുള്ള സ്ത്രീകളെ മോശമായി പെരുമാറി, ആ പെരുമാറുമ്പോൾ അത് അന്വേഷിക്കാൻ പാർട്ടി ഫോറത്തിൽ തന്നെ ആളുകളെ വെക്കുകയാണ്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. രഞ്ജിനി രാമാനന്ദ്, VK മിനിമോൾ, ജയലക്ഷ്മി ഭരതൻ, ശ്രീജ മഠത്തിൽ, നബീസ BVK, നസീമ ഖാദർ, PK സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. മാർക്സിസ്റ്റ് CPM നേതാക്കന്മാര് ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ളവരോട് തന്നെയാണ് കേരളത്തിലെ അമ്മമാർ പറയുന്നത്. അമ്മമാരുടെ കണ്ണീർ കാണാത്ത, അവരുടെ വിലാപം മനസ്സിലാവാത്ത, അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ CPM LDF സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാർ തന്നെയായിരിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും സജ്ജമാകുകയാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛനമ്മമാരെയൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ പോയി ആശ്വസിപ്പിക്കുന്നു, അവർക്ക് വേണ്ട നിയമസഹായം ചെയ്യുന്നു. പക്ഷെ CPM-ന്റെ നേതാക്കന്മാർ ജയരാജന്മാരും ശ്രീമതി ടീച്ചറും PP ദിവ്യവും ഒക്കെ അവിടെ കൊലപാതകന്മാർക്ക് അവർക്ക് ആഘോഷയാത്രയായി പോയി അഭിവാദ്യം അർപ്പിക്കുന്നു. കേരളത്തിലെ അമ്മമാരെയാണ് ശ്രീമതി ടീച്ചർ വെല്ലുവിളിച്ചിരിക്കുന്നത്. കേരളത്തിലെ അമ്മമാരുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെയാണ് ശ്രീമതി ടീച്ചർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതൊന്നും കേരളത്തിലെ അമ്മമാർ അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല. കേരളത്തിലെ ഇത്രയും ദുരിതമനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരള ജനതയെ തള്ളിവിടുന്ന ഒരു LDF സർക്കാർ